ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ RS. പ്രിയ ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾ പോലീസ് ഡ്രൈവർ ജോലി ആഗ്രഹിക്കുന്നവരാണോ? കാക്കി അണിഞ്ഞ് പോലീസ് വളയം പിടിക്കാൻ തയ്യാറാണോ? നിങ്ങൾക്കായി ഇതാ ഒരു സുവർണാവസരം. എല്ലാ വർഷവും കേരള PSC മുടങ്ങാതെ വിളിക്കുന്ന ഒരു തസ്തികയാണ് ഏത്? പോലീസ് ഡ്രൈവർ. പോലീസ് ഡ്രൈവർ തസ്തികയെക്കുറിച്ചും അതിന് ആവശ്യമായ യോഗ്യതകളെക്കുറിച്ചും ബാക്കിയുള്ള മാനദണ്ഡങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നാണ് വിശ്വാസം. കഴിഞ്ഞ വർഷവും പോലീസ് ഡ്രൈവർ പരീക്ഷ നടന്നതാണ്. നിങ്ങൾ എഴുതിയവരാണ് പരീക്ഷയെല്ലാം, എനിക്കറിയാം. അപ്പോൾ എന്താണെങ്കിലും ശരി, നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ, ഈ ഒരു ഭാഗത്ത് നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? കാരണം എല്ലാവർക്കും പോലീസ് ഡ്രൈവർ ആവാൻ ആഗ്രഹമുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉള്ളവരാണ്, നിങ്ങളെല്ലാവരും എല്ലാത്തരം യോഗ്യതയുണ്ട്. പക്ഷേ എന്ത് പഠിക്കണമെന്നറിയില്ല, ശരിയല്ലേ? എങ്ങനെ പഠിക്കണം? സിലബസ് എന്താണ്? പ്രത്യേകിച്ചും ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. അത് പഴയ നിയമമല്ല, ഇപ്പോഴെന്ന് പറയുന്നു. പോലീസ് കോൺസ്റ്റബിളിൻ്റെ വേറെയാണ്, WCPയുടെ വേറെയാണ്, ഡ്രൈവറിൻ്റെ വേറെയാണെന്നൊക്കെ പറയുന്നു. ഇത് എങ്ങനെയാണെന്ന് ആകെ. അതുപോലെ തന്നെ CRPC IPC ഒക്കെയാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അതൊന്നും ഇല്ല, പകരം BNSഉം BNSSഉം ആണെന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ വലിയ വസ്തുതയുണ്ടോ? ഇങ്ങനെ ആകെ കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷനും ഈ ഒരു 20 മിനിറ്റ് കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ്. നമുക്ക് പോലീസ് ഡ്രൈവറിന്റെ വിശദമായി സിലബസ് പരിചയപ്പെട്ടാലോ? ഉദ്യോഗാർത്ഥികളെ നോക്കൂ, എല്ലാ വർഷവും അല്ലേ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്ന പരീക്ഷ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഡ്രൈവർ തസ്തികയാണ്, പോലീസ് ഡ്രൈവറാണ്. പോലീസ് ഡ്രൈവർ ഇപ്പൊ വീണ്ടും വിളിക്കും. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ ഒരുങ്ങുക. പോലീസ് ഡ്രൈവറിന് വേണ്ടി നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്നതിന് അപ്പുറത്തേക്ക് ഇപ്പോഴേ ഒരുങ്ങുക. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നിങ്ങളുടെ പഠനം ഒരു റൗണ്ട് പൂർത്തിയാക്കിയതായി നിങ്ങൾക്ക് അനുഭവപ്പെടാൻ പറ്റും. ഇപ്പോഴേ പഠനം തുടങ്ങാം. പഠനം തുടങ്ങണമെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യ ചോദ്യം, ഇനി എങ്ങനെ പഠിക്കണം? ഇനി എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നറിയണമെങ്കിൽ നമുക്ക് സിലബസ് അറിഞ്ഞിരിക്കണം, വേണ്ടയോ? എന്ത് പഠിക്കണമെന്ന് അറിഞ്ഞാലല്ലേ എങ്ങനെ പഠിക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. പ്രധാന ചോദ്യം എല്ലാവരുടെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞു, എന്താണ്? സ്പെഷ്യൽ ടോപ്പിക്കിൽ മാറ്റമുണ്ടാകുമോ? ഒരു കാര്യം പറഞ്ഞു തരട്ടെ നിങ്ങളോട്, ഇനി സ്പെഷ്യൽ ടോപ്പിക്കിൽ ഒരു മാറ്റവും ഉണ്ടാകാനേ പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം നടന്ന പോലീസ് ഡ്രൈവറിന്റെ പരീക്ഷാ സിലബസ് സെയിം സ്പെഷ്യൽ ടോപ്പിക് തന്നെയാണ് ഇനി. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി മാറ്റമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക, അത് പരിശോധിക്കണം. ഒപ്പം ഏറ്റവും അവസാനം നടന്ന പോലീസ് ഡ്രൈവറിന്റെ അതിന് മുമ്പ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് വേണ്ട. ഏതാ? സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യം പറയുക. സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാൻ ഏറ്റവും അവസാനം നടന്ന പോലീസ് ഡ്രൈവറിന്റെ അതിൽ പോലീസ് കോൺസ്റ്റബിളിന്റെയും നിങ്ങൾക്ക് എടുക്കാം. ഏതാണ്ട് സെയിം ആണ് ഇപ്പൊ സിലബസ്. അത് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യം നമുക്ക് വിശാലമായിട്ട് പരിശോധിക്കേണ്ടി വരും, അല്ലേ? അപ്പോ CPO WCPO പോലീസ് ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക് സിലബസ് ഒന്നാണോ? അടുത്ത സംശയമാണ്. പോലീസ് ഡ്രൈവറിന്റെയും സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ടോപ്പിക്കും അതുപോലെ CPO WCPO ഒന്നാണോ? തർക്കമില്ല, ഇപ്പോൾ ഒന്നാണ്. ഒന്നായിരുന്നില്ല. കേരള PSC ഈ അവസാന നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചപ്പോൾ ഒരു സിലബസ് കൂടി പബ്ലിഷ് ചെയ്തു. പക്ഷെ ആ സിലബസ് ആയിരുന്നില്ല അവസാനം നടത്തിയത്. അവസാന നിമിഷം കുറെ ഉദ്യോഗാർത്ഥികൾ പരാതിപ്പെട്ടപ്പോൾ സിലബസ് മാറ്റി. CPOയുടെ ഏതാണ്ട് സെയിം സിലബസ് തന്നെ ഡ്രൈവറിനും PSC ഉൾപ്പെടുത്തി. അതുകൊണ്ട് ഈ സ്പെഷ്യൽ ടോപ്പിക്ക് ഇതെല്ലാം ഒന്നാണ്. CPOയ്ക്കും WCPOയ്ക്കും പിന്നെ പോലീസ് ഡ്രൈവറിനും ഏതാണ് സുപ്രധാന നിയമങ്ങൾ സെയിം ആണ്. എന്നാൽ പോലീസ് ഡ്രൈവറിന് മാറ്റമുള്ളത് അറിയാമല്ലോ. പണി എന്താണ്? CPOയുടെയും WCPOയുടെയും പണിയിൽ നിന്ന് വ്യത്യസ്തമാണ്. വാഹനം ഓടിക്കുകയാണ് പണി, അല്ലേ? അപ്പൊ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കിലുണ്ട്. അത് പറയേണ്ടതില്ല, നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുതയാണ്. നമുക്ക് സിലബസ് നോക്കുമ്പോൾ കുറച്ചും കൂടി വ്യക്തത വരും. ഓക്കെ, അപ്പോൾ ഉദ്യോഗാർത്ഥികളെ, നമ്മൾ പോലീസ് ഡ്രൈവറിന്റെ കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതാണ്ട് വ്യക്തമാണോ? അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞതുപോലെ നമുക്ക് സിലബസ് പരിശോധനയിലേക്കാണ് ഇനി പോകേണ്ടത്. പോലീസ് ഡ്രൈവർ തസ്തികയുടെ 2025 കേരള PSC പബ്ലിഷ് ചെയ്ത ഏറ്റവും പുതിയ സിലബസിലേക്ക് നമുക്കിനി പോകാം. ഉദ്യോഗാർത്ഥികളെ, പോലീസ് ഡ്രൈവർ തസ്തികയുടെ സിലബസ് ആണിത്. നമുക്ക് നോക്കുക. ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് ദി പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വിമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഇൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ്.
പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഡ്രൈവർ തസ്തികയുടെ ഡീറ്റെയിൽഡ് സിലബസ് ആണ്. നമുക്കറിയാം 2024 കാറ്റഗറി പ്രകാരം 2025 കേരള PSC പബ്ലിഷ് ചെയ്ത ഏറ്റവും പുതിയ സിലബസ് ആണത്. ടോട്ടൽ 100 മാർക്കാണ്, ആകെ 100 മാർക്കാണ് നിങ്ങളുടെ സിലബസ്. സിലബസിൽ നമുക്ക് നോക്കാം. കോമൺ GK പൊതുവിജ്ഞാനം എന്ന മേഖലയിൽ നിന്നും ഉള്ള ചോദ്യങ്ങൾ, മാർക്കുകൾ ഏതൊക്കെയാണ് നോക്കുക. ആദ്യം ചരിത്രം, ഹിസ്റ്ററി 4 മാർക്ക്. ഇവിടെയും നമ്മൾ ഓർത്തിരിക്കണം, വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററിയും കൂടെയാണ് 4 മാർക്ക്. 4 മാർക്കേ ഉള്ളൂ എന്നുള്ളതാണ്. കാരണം പൊതുവെ LDCക്ക് അടക്കമുള്ള പരീക്ഷകൾക്ക് 5 മാർക്കിന് സിലബസിലുണ്ട്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഡ്രൈവറിന് 4 മാർക്കേ ഉള്ളൂ ഹിസ്റ്ററി. അടുത്തത് ഭൂമിശാസ്ത്രമാണ്, ജിയോഗ്രഫി 4 മാർക്ക് ഉണ്ടോ, 4. അതും വേൾഡ് ജിയോഗ്രഫി, ഇന്ത്യൻ ജിയോഗ്രഫി, കേരള ജിയോഗ്രഫി 4 മാർക്ക്. അതുപോലെ മൂന്നാമത് ധനതത്വശാസ്ത്രം, ഇക്കണോമിക്സ് പക്ഷേ നമുക്കറിയാം സ്വതന്ത്ര ഇന്ത്യയിലെ സാമ്പത്തിക മേഖല മാത്രമേ നിങ്ങളുടെ സിലബസിലുള്ളൂ, 4 മാർക്ക്. അത് കഴിഞ്ഞ് ഇന്ത്യൻ ഭരണഘടന 6 മാർക്കിന് സിലബസിലുണ്ട് ഭരണഘടന. അതുപോലെ കേരളം ഭരണവും ഭരണ സംവിധാനവും, സിവിക്സ് എന്ന് പറയും ടോപ്പിക്ക് അല്ലേ. സംസ്ഥാന സിവിൽ സർവീസ്, ദുരന്ത നിവാരണം, തണ്ണീർത്തട സംരക്ഷണം, ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ. ഭൂപരിഷ്കരണം 2 മാർക്കിനെ സിലബസിലുള്ളൂ, 2 മാർക്ക് കണ്ടോ. അതുപോലെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, ബയോളജിയും പബ്ലിക് ഹെൽത്ത് എത്ര മാർക്ക്, 3 മാർക്കിനാണ് സിലബസ്. പിന്നെ ഭൗതിക ശാസ്ത്രം, ഫിസിക്സ് 2 മാർക്ക് കണ്ടോ. കെമിസ്ട്രി 2 മാർക്ക്. അതുപോലെയാണ് കലാ, കായികം, സാഹിത്യം, സംസ്കാരം, വളരെ വലിയ ടോപ്പിക്കാണ്. പക്ഷെ എത്ര മാർക്ക് നോക്കിയേ, 3 മാർക്കിനേ ഉള്ളൂ നിങ്ങളുടെ സിലബസ് കണ്ടോ. അതുപോലെയാണ് കറണ്ട് അഫയേഴ്സ്, ആനുകാലിക വിഷയങ്ങൾ 10 മാർക്ക്. കണക്ക്, സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി അല്ലേ, 10 മാർക്കാണ്. കണക്ക് എത്ര മാർക്കാണ്, 10 മാർക്ക്. 5 വീതം 10 മാർക്ക്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക് ഇതാ കിടക്കുന്നു, ജോലിയുടെ തസ്തികയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ 20 മാർക്കാണ് നിങ്ങളുടെ സിലബസിലെ സ്പെഷ്യൽ ടോപ്പിക്, 20 മാർക്ക്. ഏറ്റവും കൂടുതൽ മാർക്കുള്ളതാ അടുത്തത് 5-മത്തെ, ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങൾ 30 മാർക്ക്. ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങൾ 30 മാർക്ക്. അപ്പൊ നോക്കണേ ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾക്ക് ആകെ 100 മാർക്കിന്റെ ചോദ്യമാണ്, 100 മാർക്കിന്റെ സിലബസ് ആണ് ആകെ ഉള്ളത്. അതിൽ പകുതി മാർക്ക് 2 ടോപ്പിക്കിൽ നിന്ന് മാത്രം, 30, 20, 50 മാർക്കാണ്. അറിയാമല്ലോ, 30 മാർക്ക് ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് ലൈസൻസിനെ അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങളാണ്. 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? ബാക്കി സ്കോർ നിങ്ങൾക്ക് അറിയാം, അത് കോമൺ GKയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. പിന്നെ ഓർത്തിരിക്കുക, നിങ്ങൾക്ക് കണക്ക് എത്ര മാർക്കാണ്, 10 മാർക്കാണ്. കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്. ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളൊരു കാര്യമുണ്ട് നിങ്ങളുടെ സിലബസിൽ, ഇംഗ്ലീഷ് ഇല്ല. അതുപോലെ അതിന് കറണ്ട് അഫയേഴ്സ് 10 മാർക്കുണ്ട്. കലാ, കായിക, സംസ്കാരം, ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ജനറൽ ടോപ്പിക്കിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തത കാണും. നമ്മൾ ഇന്ന് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യം പറയാൻ പോവുകയാണ്. ജോലിയുടെ തസ്തികയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട 20 മാർക്കിന് ടോപ്പിക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ആ 20 മാർക്കിന്റെ ടോപ്പിക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ക്രിമിനൽ നിയമങ്ങൾ 2024 ജൂലൈ 1 പ്രാബല്യത്തിൽ വന്ന നിയമങ്ങളാണ്. അതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള. നോക്കുക, സ്പെഷ്യൽ ടോപ്പിക് തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ 20 മാർക്ക്. പാർട്ട് 1 4 മാർക്ക്. നിങ്ങളുടെ സിലബസിലെ 20 മാർക്കിന്റെ വിലപ്പെട്ട 4 മാർക്ക് ഏത് നിയമമാണ്? ഭാരതീയ ന്യായ സംഹിത 2023. അതായത് പഴയ IPC 1860 ഇന്ത്യൻ പീനൽ കോഡിന് പകരം വന്ന ഒരു നിയമമാണ് ഏത്? ഭാരതീയ ന്യായ സംഹിത 2023 ഉണ്ടോ? ഇവിടെ ഡെഫിനിഷൻ മുതൽ ഇങ്ങോട്ട് പനിഷ്മെന്റുകൾ, ജനറൽ എക്സെപ്ഷൻസ്, പൊതുവായ ഒഴിവാക്കലുകളെ കുറിച്ച്, അതുപോലെ തന്നെ ഒഫൻസസ് അഗൈൻസ്റ്റ് വിമൺ ആൻഡ് ചൈൽഡ്, സ്ത്രീകൾക്ക് കുട്ടികൾക്കും എതിരായുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ച്, അതുപോലെ ഒഫൻസസ് അഫക്റ്റിംഗ് ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിന് എതിരായുള്ള, ഹ്യൂമൻ ബോഡിക്ക് എതിരായുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ ഒഫൻസസ് അഗൈൻസ്റ്റ് ദി പബ്ലിക് ട്രാങ്ക്വിലിറ്റി, പൊതുശാന്തതയെ ഭംഗം വരുത്തുന്ന കുറ്റകൃത്യങ്ങൾ ഏതെല്ലാം എന്നുള്ളത്, ഒഫൻസസ് ബൈ ഓർ റിലേറ്റിംഗ് ടു പബ്ലിക് സർവൻസ്, സർക്കാർ ജീവനക്കാർ, പബ്ലിക് സർവൻസുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയുന്നു. ഇത്രയുമാണ് 4 മാർക്ക്. ഏതാ? BNS, ഭാരതീയ ന്യായ സംഹിത 2023. കിട്ടിയോ? സ്പെഷ്യൽ ടോപ്പിക്കിന്റെ അടുത്തത് 3 മാർക്കാണ്. നിങ്ങളുടെ നിയമത്തിന്റെ പേരെന്താണ്? ദി ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. പഴയ CRPC 1973, പഴയ CRPC 1973 എന്ന നിയമത്തിന് പകരമായി പാർലമെന്റ് പാസാക്കിയ പുതുപുത്തൻ നിയമമാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത.
3 മാർക്കാണ്. കണ്ടോ, ഇവിടെയും ആദ്യ ഭാഗം ഡെഫിനിഷൻ ആണ്. അത് കഴിഞ്ഞാൽ പവേഴ്സ് ഓഫ് ദി സുപ്പീരിയർ ഓഫീസേഴ്സ് ഓഫ് പോലീസ് ആൻഡ് എയ്ഡ് ടു ദി മജിസ്ട്രേറ്റ് ആൻഡ് പോലീസ്, പോലീസിലെ ഉന്നത അധികാരികളുടെ അധികാരവും അതുപോലെ തന്നെ പോലീസിനും മജിസ്ട്രേറ്റിനെയും പൊതുജനങ്ങൾ എപ്പോഴെല്ലാം സഹായിക്കണമെന്നുള്ള ഭാഗമാണ് ഇവിടെ പറയുക. അത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഭാഗമാണ് സമൻസ് ആൻഡ് വാറണ്ട്. ഉണ്ടോ, സമൻസ് എന്നാലെന്ത്, വാറണ്ട് എന്തായാലെന്ത്, അതിനെക്കുറിച്ചുള്ള പ്രത്യേകതകൾ. സെർച്ച് ആൻഡ് സീഷർ, തിരയാനും പിടിച്ചെടുക്കാനുമുള്ള അധികാരം പോലീസിനുണ്ട്. മെയിൻ്റനൻസ് ഓഫ് പബ്ലിക് ഓർഡർ ആൻഡ് ട്രാങ്ക്വിലിറ്റി, പൊതുശാന്തത അതുപോലെ തന്നെ സാമൂഹിക ഓർഡർ നിയന്ത്രിക്കാൻ നിലനിർത്താൻ പോലീസിനുള്ള കടമകളെ കുറിച്ച്, അതുപോലെ തന്നെ പ്രിവെന്റീവ് ആക്ഷൻ ഓഫ് ദി പോലീസ്, അല്ലെ, പോലീസിന്റെ മുൻകരുതൽ നടപടികളെ കുറിച്ച്, ഇൻഫർമേഷൻ ടു ദി പോലീസ് ആൻഡ് ദെയർ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ്, പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ പോലീസ് നൽകുന്ന വിവരവും അതിന്റെ അടിസ്ഥാനത്തിൽ കേസുകൾ അന്വേഷിക്കാനുള്ള അധികാരവുമാണ് ഇവിടെ പ്രതിപാദിക്കുക. ഇത്രയുമാണ് നിങ്ങളുടെ BNSS 3 മാർക്ക്. ഉണ്ടോ? ഇനി അടുത്തത് 2 മാർക്കാണ് ദി ഭാരതീയ സാക്ഷ്യ അധിനിയം. കണ്ടോ നിങ്ങൾ, ഭാരതീയ സാക്ഷ്യ അധിനിയം 2023, ഭാരതീയ സാക്ഷ്യ അധിനിയം. ഇത് പഴയ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 പകരം, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇന്ത്യൻ തെളിവ് നിയമം 1872 പകരം വന്ന പുതിയ നിയമത്തിന്റെ പേരാണെന്ത്, ഭാരതീയ സാക്ഷി അധിനിയം 2023. 2 മാർക്കാണ് സിലബസിൽ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയാണ് നോക്കുക, സ്റ്റേറ്റ്മെന്റ് ബൈ പേഴ്സൺ ഹു കനോട്ട് ബി കാൾഡ് ആസ് വിറ്റ്നസ്, സാക്ഷിയായി വിളിപ്പിക്കാൻ കഴിയാത്തവരെ സംബന്ധിച്ചുള്ള അവരുടെ മൊഴി, അവരുടെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെ. പിന്നെയാണ് ഒപ്പീനിയൻ ഓഫ് ദി തേർഡ് പേഴ്സൺ വിത്ത് റിലവന്റ്, അല്ലെ, ആ തേർഡ് പേഴ്സന്റെ ഒപ്പീനിയനെ കുറിച്ച് അഭിപ്രായം അത് പ്രസക്തമാകുന്നത് എപ്പോഴെന്നതിനെ പറ്റിയാണത് പറയുക. എക്സ്പെർട്ടിന്റെ അഭിപ്രായം അവിടെ വരുന്നുണ്ട്. അടുത്തത് സിലബസിലെ പാർട്ട് 4 കേരള പോലീസ് ആക്ട് 2011, 3 മാർക്കിന്റെ ടോപ്പിക്കാണ്. KP ആക്ട് എന്നെല്ലാം പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരള പോലീസ് ആക്ട്, അതിലെ പ്രധാനപ്പെട്ട സെഷൻസ് ആണ്. 3 മാർക്കാണ് സിലബസിൽ. കേരള പോലീസ് സേനയിലെ വിവിധ റാങ്കുകളെ കുറിച്ചും, പോലീസ് സ്റ്റേഷന്റെ കർത്തവ്യം, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങൾ എന്തെല്ലാമാണ്, പോലീസ് ജനങ്ങളോട് എങ്ങനെ സമീപിക്കണം എന്നാൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വിഭാഗത്ത് പ്രതിപാദിക്കുക. നിങ്ങൾക്കറിയാം പോലീസ് ആക്ട്. ഉണ്ടോ? പോലീസ് ആക്ട് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട നിയമം 2 മാർക്കാണ്. NDPS ആക്ട് എന്ന് പറയും. NDPS ആക്ട് 985, ദി നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985, വളരെ പ്രധാനപ്പെട്ട നിയമമാണ്, അല്ലെ. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് എന്തെല്ലാമാണ് മയക്കുമരുന്ന്, എന്തെല്ലാമാണ് കഞ്ചാവ് എന്നറിയപ്പെടുന്നത്, എന്താണ് കറുപ്പ്, എന്താണ് ഓരോ മയക്കുമരുന്നും കൈവശം വെച്ചാലുള്ള ശിക്ഷ, എന്താണ് മയക്കുമരുന്ന് കള്ളക്കടത്ത് ചെയ്താലുള്ള ശിക്ഷ, എന്താണ്, മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഭാഗത്ത് 2 മാർക്കിന് പറയുന്നു. പിന്നെ എല്ലാ പരീക്ഷയ്ക്കും ഉള്ള ഒരു ടോപ്പിക്കാണ്, LDC പരീക്ഷ മുതലേ ഉള്ളതാണ് ഏത്, IT ആക്ട് 2000 എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, 2 മാർക്ക് പറയേണ്ടതില്ല. മനസ്സിലാവുന്നുണ്ടോ ഉദ്യോഗാർത്ഥികളെ? പിന്നെ ഒരു ടോപ്പിക് ഉള്ളത് ദി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2000 എന്ന് പറഞ്ഞാൽ വിവരാവകാശ നിയമം 2005, റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് 2005, അതും 2 മാർക്കിനാണ്. വിവരാവകാശ നിയമം. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്കായിട്ട്. ഏതാ? പോലീസുമായി, ജോലിയുടെ തസ്തികയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട 20 മാർക്കാണ്. അപ്പോൾ മറന്നുപോകരുത്, ഏതൊക്കെ ഉണ്ട് നിയമങ്ങൾ? BNS ഉണ്ട്, BNSS ഉണ്ട്, BSA ഭാരതീയ സാക്ഷ്യ അധിനിയമുണ്ട്, NDPS ആക്ട്, നർക്കോട്ടിക്സ് ആക്ട്, സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് ഉണ്ട്, അതുപോലെ IT ആക്ട് 2000 ഉണ്ട്, അതുപോലെ തന്നെ വിവരാവകാശ നിയമം എന്നറിയപ്പെട്ട നിയമം. ഇതെല്ലാം ഉള്ള ഒരു വലിയ ടോപ്പിക്കാണ് നിങ്ങളുടെ കേരള പോലീസ് ആക്ട് 2010, KP ആക്ട്, കേരള പോലീസ് ആക്ട് നിങ്ങളുടെ സിലബസ്. ഇതെല്ലാം 20 മാർക്ക്. ഓക്കെ. പിന്നെ നിങ്ങളുടെ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട ഡ്രൈവിംഗ് ലൈസൻസിന് അടിസ്ഥാനമായ ചോദ്യങ്ങളാണ് 30 മാർക്ക്. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റെഗുലേഷൻസ്, MV ആക്ട്, മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 ചാപ്റ്റർ 1, 2 ഇങ്ങനെ വരുന്ന ഭാഗങ്ങൾ. അതുപോലെ അത് 5 മാർക്കാണ്. അതുപോലെ ഓരോ മാർക്കിന് വീതമുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് പറയുന്നുണ്ട്. അടുത്ത 5 മാർക്കാണ് ഡ്രൈവർ ബാഡ്ജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് 2017, അല്ലെ. ബാഡ്ജ് ലഭിക്കാനായിട്ട് പിന്നീട് ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ചില നിയമങ്ങൾ, അത്തരം നിയമങ്ങളുടെ മാർക്ക് 5 മാർക്ക് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒഫൻസ് അണ്ടർ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988, ഒഫൻസസ് അണ്ടർ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ എന്തെല്ലാമാണ്, 5 മാർക്കാണ്. നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണത്. അതുപോലെയാണ് അടുത്തത് ഒഫൻസ് അണ്ടർ മോട്ടോർ വെഹിക്കിൾ ആക്ട് പറഞ്ഞു. അടുത്തത് ഗുഡ് സമ്മറിൻ ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഡോക്യുമെന്റ്സ് ആൻഡ് വെഹിക്കിൾ അണ്ടർ മോട്ടോർ വെഹിക്കിൾ ആക്ട് 5ാമത്തെ ടോപ്പിക്കാണത്. അതും പ്രധാനപ്പെട്ട 5 മാർക്കിന്റെ ടോപ്പിക്കായിരുന്നു അത്. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാപ്റ്റർ 5 കൺസ്ട്രക്ഷൻ, എക്യുപ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ്, ഹെഡിങ് വിത്ത് സേഫ്റ്റി ഡിവൈസസ് ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ്, അല്ലെ.
മോട്ടോർ വെഹിക്കിളിൻ്റെ പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ടും സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പ്രതിപാദിക്കുക. ഇത്രയാണ് നിങ്ങളുടെ സിലബസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഉദ്യോഗാർത്ഥികളെ ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് വ്യക്തമായി എന്നാണ് എൻ്റെ വിശ്വാസം. 100 മാർക്കിൻ്റെതാണ് നിങ്ങളുടെ സിലബസ്. ഏറ്റവും കൂടുതൽ മാർക്ക് 30 മാർക്കും പറഞ്ഞ് ഏത് വിഷയമാ? ഏറ്റവും അവസാനത്തെ ടോപ്പിക് ഏതാണ്? ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നിയമങ്ങൾ. 30 മാർക്കാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്ക് 20 മാർക്ക് ജോലിയുടെ തസ്തികയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, വിഷയങ്ങൾ എന്ന് പറയുന്നത് 20 മാർക്കാണ്. അതും വിശദമായിട്ട് നമ്മൾ പരിശോധിച്ചു. ബാക്കിയുള്ള 50 മാർക്കാണ് ഏതൊക്കെയുണ്ട്? ആനുകാലികം, കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്, കണക്കുണ്ട് അല്ലേ? പിന്നീട് പ്രധാനപ്പെട്ട കോമൺ GK പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ സിലബസിലുണ്ട്. അപ്പം നിങ്ങൾ ഇപ്പോൾ തന്നെ സിലബസ് ഡൗൺലോഡ് ചെയ്ത് പഠനം ആരംഭിക്കുക. പോലീസ് ഡ്രൈവർ ഉറപ്പായിട്ട് നോട്ടിഫിക്കേഷൻ എല്ലാ വർഷവും വിളിക്കും, പ്രതീക്ഷിക്കാം. നിങ്ങൾക്കും ഈ വർഷം തന്നെ ഒരു ജോലി ഉറപ്പാക്കാനുള്ള ശ്രമം ആരംഭിക്കുക. അപ്പോൾ പോലീസ് ഡ്രൈവറിന്റെ പുതിയ ബാച്ച് കോമ്പറ്റീറ്റീവ് ക്രാക്കർ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാനായി നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അഡ്മിഷൻ ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പോലീസ് ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മറ്റ് വിശദാംശങ്ങളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.